നമസ്കാരം, ഏവർക്കും ഈ ആഴ്ചത്തെ മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് സ്വാഗതം. അങ്ങനെ തുടർച്ചയായി 5 ആഴ്ചയായിട്ടുണ്ടായിരുന്ന കൺസോളിഡേഷനൊക്കെ ശേഷം നമ്മുടെ മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഔട്ട് കാണുവാനായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ സാധിക്കുകയുണ്ടായി. അതിന് പല ഘടകങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിന്റെ പുകമറ മാറിയതും, FIIs വീണ്ടും ബൈങ് തുടങ്ങിയതും, ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ശക്തി പ്രാപിച്ചതും തുടങ്ങി അനേക കാര്യങ്ങൾ ഗ്ലോബലായിട്ടും ലോക്കലായിട്ടുള്ള ക്യൂസ് ഒക്കെ കാരണം കൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിന് നേട്ടം കൈവരിക്കാൻ സാധിക്കുക ഉണ്ടായത്. സെക്ടർ വൈസ് നോക്കുമ്പോഴും എല്ലാ സെക്ടറിനും കഴിഞ്ഞ ആഴ്ചയിൽ നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചു. NSEയിൽ എല്ലാ ഇൻഡസ്ട്രീസിലും കഴിഞ്ഞ ആഴ്ച നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലൊക്കെ 1.19% നേട്ടം കൈവരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 1.07% നേട്ടം കൈവരിച്ചപ്പോൾ നിഫ്റ്റി എനർജി 1% നേട്ടം കൈവരിക്കുകയുണ്ടായി. PSU ബാങ്ക്, ഫാർമ, മെറ്റൽ, മീഡിയ തുടങ്ങിയ സെക്ടറുകളൊക്കെ 0.4% മുതൽ 0.7% നേട്ടം കൈവരിച്ചു. ഫിനാൻഷ്യൽ ഹെവി വെയ്റ്റ്സ് സ്റ്റോക്കുകളിലും ഹ്യൂജ് ബൈങ് കാണുവാൻ ആയിട്ട് സാധിച്ചു. നിഫ്റ്റി ബാങ്കിൽ 0.41% ഉയർച്ച നേടിയപ്പോൾ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്കിൽ 0.32% ഉയർച്ചയാണ്. വെള്ളിയാഴ്ചത്തെ റാലിയോട് കൂടിയിട്ട് നമ്മുടെ മാർക്കറ്റ് 9 മാസത്തെ ഹൈയിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക. തത്സമയം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈകൾ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. പക്ഷേ ലാസ്റ്റ് വീക്കില് നിഫ്റ്റി റിയാലിറ്റി ആയിരുന്നു ഏറ്റവും വലിയ ഡ്രാഗേഴ്സ്, 1.55% ഇടിവോട് കൂടിയിട്ട്. തത്സമയം നിഫ്റ്റി IT-യിലും കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടേഴ്സിലും നേരിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായി. തത്സമയം ഇന്ത്യ വിക്സും കൂൾ ഓഫ് ആകുന്നതാണ് കണ്ടത്. ഇനി ഈ ആഴ്ചത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായും 7 കാര്യങ്ങളാണ് നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ നിശ്ചയിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമതായിട്ട് തന്നെ ഗ്ലോബൽ ഡെവലപ്മെന്റ്സ് ആണ്. ഗ്ലോബൽ മാർക്കറ്റിലെ സെന്റിമെന്റ്സ് ഒക്കെ ഇംപ്രൂവ് ആയെങ്കിൽ കൂടിയിട്ടും മാർക്കറ്റില് നിലവില് ഒരു ജാഗ്രത നിലനിൽക്കുന്നുണ്ട്. പൊട്ടൻഷ്യൽ താരിഫ് എസ്കലേഷനെ കുറിച്ചും അതുപോലെ തന്നെ US താരിഫ് നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ഡെവലപ്മെന്റുകൾ ജൂലൈ 9 ലാസ്റ്റ് ഡെഡ് ലൈൻ ആയിട്ട് നൽകിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് US ചൈന ട്രേഡ് ടോക്ക് ആയിരിക്കും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ നിശ്ചയിക്കുന്നത്. കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയുണ്ടായി ചൈനയുമായിട്ടുള്ള ഡീലുകളൊക്കെ ഏകദേശം പൂർത്തിയായി, ഇനി ഇന്ത്യയുമായിട്ട് ഒരു ബിഗ് ഡീലാണ് വരാൻ വേണ്ടി പോകുന്നതെന്ന്. എന്നാൽ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പുകമറയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ നിലവില് നിലനിൽക്കുന്നത്. സോ അതിന്റെ ഒരു ഔട്ട്കമ്മും ചൈനയും US തമ്മിലുള്ള ഔട്ട്കം ഗ്ലോബൽ മാർക്കറ്റിനെ ഗ്രേറ്റ് ആയിട്ട് ബാധിക്കും, അത് നമ്മുടെ മാർക്കറ്റിനെയും ബാധിക്കും. പക്ഷെ ഇന്ത്യയുമായിട്ട് ഉണ്ടാകാൻ പോകുന്ന ഡീല് അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഫസ്റ്റ് നമ്മുടെ മാർക്കറ്റിനെ ആയിരിക്കും ഒന്നെങ്കിൽ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ബാധിക്കാൻ വേണ്ടി പോകുന്നത്. മൂന്നാമതായിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റയും പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സും അതായത് PMI ഡേറ്റയും നാളെ 30 റിലീസ് ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ആയിട്ട് ബാധിക്കുന്നത് ഈ 2 ഡേറ്റകൾ തന്നെയായിരിക്കും. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ നാളെ പ്രത്യേകം മൈൻഡിൽ വെക്കണം. നാലാമതായിട്ട് തീർച്ചയായിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ് ആയിരിക്കും നമ്മുടെ മാർക്കറ്റിന്റെ ഗതി നിർണ്ണയിക്കുന്നത്. നിലവില് വിദേശ ധനകാര്യ സ്ഥാപനങ്ങള് ജൂൺ മാസത്തിൽ നമ്മുടെ മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. അഞ്ചാമതായിട്ട് ക്രൂഡ് ഓയിലിന്റെ പ്രൈസസ് തന്നെയായിരിക്കും നമ്മുടെ മാർക്കറ്റിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പോകുന്ന മറ്റൊരു കാര്യം. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റിന് ക്ലോസിംഗിന് ശേഷം ക്രൂഡ് ഓയിൽ പ്രൈസസിലൊക്കെ ഒരു ഇടിവ് കാണുവാനായിട്ട് സാധിക്കുക ഉണ്ടായി. അതിന് പ്രധാനമായിട്ടും സഹായകമായത് ഒപെക് രാജ്യങ്ങൾ ഓഗസ്റ്റിൽ തൊട്ട് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അവര് പറയുകയുണ്ടായി ജൂലൈയിൽ തന്നെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുമെന്ന്. തൽഫലമായിട്ടാണ് വെള്ളിയാഴ്ച ക്രൂഡ് ഓയിൽ പ്രൈസസിൽ ഇടിവുണ്ടായത്. സോ അത് നാളെ മുതൽ നമ്മുടെ മാർക്കറ്റിലും റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആറാമതായിട്ട് നമ്മുടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം അമേരിക്കൻ ഡോളറിനെതിരെയുള്ള മൂല്യമായിരിക്കും അടുത്ത ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ പ്രധാനമായിട്ടും നിർണ്ണയിക്കുന്നത്. നമ്മൾ കണ്ടു വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ശക്തി പ്രാപിക്കുന്നത്. പ്രധാനമായിട്ട് 2 ഘടകങ്ങളായിരുന്നു അതിനെ നയിച്ചിരുന്നതും.
2.5 വർഷത്തെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് ഇന്ത്യൻ രൂപ കഴിഞ്ഞ ആഴ്ച 2 ദിവസം കൊണ്ട്, അതായത് വ്യാഴവും വെള്ളിയും കൊണ്ട് കാഴ്ചവെക്കുകയുണ്ടായത്. 1.3% നേട്ടമാണ് ഇന്ത്യൻ രൂപ കൈവരിക്കുകയുണ്ടായത്. ഈ നേട്ടത്തോടുകൂടി ഇന്ത്യൻ രൂപ US ഡോളറിനെതിരെ 85.47 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഏഴാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്നത് ഗ്ലോബൽ ഇവന്റ്സ് തന്നെയാണ്. നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇവന്റ്സ് പോലെ തന്നെ ഈ ആഴ്ച പ്രധാനപ്പെട്ട ചില ഗ്ലോബൽ ഇവന്റ്സുകളുണ്ട്. നാളെ ജർമ്മനിയിൽ നിന്നുള്ള ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. ചൈനയിൽ നിന്ന് മാനുഫാക്ചറിംഗ് PMI വരും. ചൊവ്വാഴ്ച US നിന്നും ISM മാനുഫാക്ചറിംഗ് PMI ഡാറ്റ വരുന്നുണ്ട്. ജോബ് ഓപ്പണിംഗ് ഡാറ്റ വരുന്നുണ്ട്. വ്യാഴാഴ്ച US നിന്നും നോൺ ഫാം പേറോൾസ് ഡാറ്റ വരുന്നുണ്ട്. ISM സർവീസ് PMI വരുന്നുണ്ട്. സോ ഈ ആഴ്ചയിൽ ഗ്ലോബൽ ഇവന്റ്സുകൾ, പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ്സ് ഒത്തിരി ഉണ്ട്. സോ നിങ്ങൾ പൊസിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഗ്ലോബൽ ഇവന്റ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ച് നിങ്ങളുടെ പൊസിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. VRL ലോജിസ്റ്റിക്സ് കമ്പനിയുടെ ബോർഡ് ജൂലൈ 4 ചേരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി. ICIC ബാങ്ക്, ICIC പ്രൊഡൻഷ്യൽ AMCയുടെ 2% സ്റ്റേക്ക് ബാങ്ക് അക്വയർ ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ. ജിയോ ഫൈനാൻഷ്യൽ, സെബിയുടെ ഭാഗത്തു നിന്നും ജിയോ ബ്ലാക്ക് റോക്ക് ബ്രോക്കിംഗ് ബിസിനസ്സിന് ഉള്ള അനുമതി ലഭിച്ചെന്നുള്ള വാർത്തകൾ. ഇൻഡസ് ഇൻഡ് ബാങ്ക്, ജൂൺ 30 RBIയുടെ ഭാഗത്തു നിന്നും പുതിയ CEOനെയും MDയെയും തിരഞ്ഞെടുക്കാനുള്ള ഡെഡ് ലൈൻ നൽകിയിരുന്നത്. അത് പ്രകാരം കമ്പനി 3 കാൻഡിഡേറ്റിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, ശ്രീലങ്കയിലെ കൊളംബോ ഡ്രൈ ഡോക്കിൽ കൺട്രോളിംഗ് സ്റ്റേക്ക് കമ്പനി അക്വയർ ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ. HAL കമ്പനി 2025 ഫിനാൻഷ്യൽ ഇയറിലെ ഫൈനൽ ഡിവിഡൻഡ് ആയിട്ട് 15 രൂപ നൽകുന്നതായിട്ടുള്ള വാർത്തകൾ. ഓഗസ്റ്റ് 21, 2025 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. കെയ്ൻസ് ടെക്നോളജീസ്, മോട്ടിലാൽ ഒസ്വാൾ സ്റ്റോക്കിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 26% അപ്സൈഡ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് 7300 എന്ന ലെവലാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ രാവിലെ 8 മണിക്ക് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം.